അമേരിക്കയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 പ്ലെയിൻ അപകടങ്ങൾ. ആദ്യത്തേത് വാഷിംഗ്ടൺ ഡിസിയിൽ ജനുവരി 29 ബുധനാഴ്ചയായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഫിലാഡൽഫിയയിലാണ് സംഭവിച്ചത്. അത് ഇന്നലെ ജനുവരി 31 വെള്ളിയാഴ്ച. ഈ 2 അപകടങ്ങളിലും കൂടി 73 പേർ കൊല്ലപ്പെട്ടു. ആദ്യത്തേതിൽ 67 പേരായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഇന്നലെ നടന്നത് 6 പേർ കൊല്ലപ്പെട്ടു. ആദ്യത്തെ അപകടത്തിൽ അമേരിക്കൻ എയർലൈൻസിൻ്റെ റീജിയണൽ ജെറ്റും US ആർമി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും കൂടി കൂട്ടിയിടിക്കുകയായിരുന്നു. റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള പോട്ടോമാക് നദിയുടെ മുകളിൽ വെച്ചാണ് സംഭവിച്ചത്. കൂട്ടിയിടിച്ച ഉടനെ തന്നെ 2 എയർക്രാഫ്റ്റുകളും നദിയിലേക്ക് വീഴുകയായിരുന്നു. ജെറ്റിലുണ്ടായിരുന്ന 64 യാത്രക്കാരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരടക്കം 67 പേരാണ് അന്ന് മരണപ്പെട്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റാഫിന്റെ പിഴവ് മൂലമാണെന്നാണ്. 30 സ്റ്റാഫാണ് സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം 19 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ സഞ്ചാരപാതയിൽ നിന്നും വ്യതിചലിച്ചതാണ് കൂട്ടിയിടിക്ക് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ അപകടത്തിൽപ്പെട്ടത് ലിയർജെറ്റ് 55 എന്ന എയർ ആംബുലൻസ് ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ എയർപോർട്ടിൽ നിന്നും ടിജുവാന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം പറന്നു പൊങ്ങിയ ഉടനെ തകർന്നു വീഴുകയായിരുന്നു. ഈ എയർ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് രോഗിയായ സ്ത്രീയും അവരുടെ അമ്മയും ക്രൂവും അടക്കം 6 പേരായിരുന്നു. അവരെല്ലാവരും തന്നെ മരിച്ചു. ഈ അപകടത്തിന്റെയും കാരണങ്ങൾ വ്യക്തമല്ല. പ്രാഥമിക അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടരെ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ബാഹ്യ ശക്തികൾ ഉണ്ടോ എന്നുള്ളതാണ് അമേരിക്ക അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ അപകടങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.